ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു മൈ ജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2. അടുത്തതായി മറ്റൊരു നടിമാരുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കഴിവുള്ള ഒരു സ്വഭാവ നടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സ്വഭാവം എന്താണെന്ന് വരുമ്പോൾ അറിയാം. ഡാനിയ. എവിടെയാണ് ഡാനിയുടെ സ്ഥലം? തൊടുപുഴ. മറ്റേ റീൽസ് ഒക്കെ ചെയ്യാറുള്ളല്ലേ? ഒന്നും ചെയ്യാറില്ല. അങ്ങനത്തെ ശീലമൊന്നുമില്ല. ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടും ഇല്ല? ഉണ്ട്, അതുണ്ട്. അതുണ്ട്. റേഷൻ കാർഡൊക്കെ ഉണ്ട്. ഓക്കെ, പോവാം. ആക്ഷൻ. എനിക്ക് 36 വയസ്സായത് എൻ്റെ കുറ്റം കൊണ്ടല്ല. ഈ കാലചക്രം എന്ന് പറയുന്ന സാധനമുണ്ട്, അത് കറക്കുന്നത് ഞാനല്ല. അതെ, ഇടയ്ക്ക് ശ്വാസം വിട്ടാൽ മറന്നു പോകും. എനിക്ക് 36 വയസ്സായത് എൻ്റെ കുറ്റം കൊണ്ടല്ല. ഈ കാലചക്രം എന്ന് പറയുന്ന സാധനം കറക്കുന്നത് ഞാനല്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ മുഖം കറുപ്പിക്കാനോ മഹാമോഹം ചെയ്യാനോ വരേണ്ടതില്ല. കുറച്ചുകൂടി പ്രായം കുറഞ്ഞ അമ്മയെ കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും, അല്ല ചോദിക്കും. അത് നാളിന്റെ കുഴപ്പമാണ്. ഈ അയർലൻഡ് എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിച്ചില്ലായിരുന്നു, നീ എന്ത് ചെയ്തേന്? അത് മാത്രം കറക്റ്റായിട്ട് പഠിച്ചു വന്നിട്ടുണ്ട് എല്ലാവരും. കൺഗ്രാറ്റ്സ്, കൊള്ളാം കേട്ടോ. നടിമാർ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്മാർ പിന്മാറുകയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റി. ഒരു നടൻ വരികയാണ്, ഒരു മഹാനടൻ. അഖിൽ. നാണിച്ചു പോയി പെട്ടെന്ന് മഹാനടൻ എന്നൊക്കെ പറഞ്ഞു. എവിടെയാണ് അഖിലിൻ്റെ സ്ഥലം? കുമളി സ്വദേശി. ആ തണുപ്പെല്ലാം വിട്ട് കൊടും ചൂടിലേക്ക് വന്നിരിക്കുകയാണ്. അതെ. ഫസ്റ്റ് ഇയർ ആണോ? ഫസ്റ്റ് ഇയർ. എങ്ങനെയുണ്ട് ലൈഫൊക്കെ? അടിപൊളി, സൂപ്പറാണ്. ഓക്കെ, ഭക്ഷണം കഴിച്ചില്ലേ? നേരെ പോവാം. ആക്ഷൻ. എനിക്ക് 36 വയസ്സായത് എൻ്റെ കുറ്റം കൊണ്ടല്ല. വാർത്തകൾ വായിക്കുന്നത് അഖിൽ. എനിക്ക് 36 വയസ്സായത് എൻ്റെ കുറ്റം കൊണ്ടല്ല. കാലേക്കരം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലല്ല. അതൊരു ചക്രമാണത്. നല്ല അത് കറക്കുന്നത് ഞാനല്ല, ബാറ്ററിയിലാണത്. അതിൻ്റെ പേര് മുഖം വീർപ്പിച്ച് മഹാമഹം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. എന്ത് ചെയ്തുകൊണ്ടിരുന്നിട്ട്? മഹാമഹം ചെയ്തുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല. അതെ, ആ യന്ത്രം അത് ഓപ്പി. കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ഒരു അമ്മയെ കിട്ടാൻ വേണ്ടി ദൈവത്തോട് പറയത്തില്ലായിരുന്നു. പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ഇത് ഏത് പടം? ഇതൊരു പടം ഒന്ന് അളിയൻ എഴുതിയതാ. എന്റെ പൊന്നുവായി, നിങ്ങൾ കാര്യം പറ. എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. ചോദിക്കേ. അയർലൻഡ് എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിച്ചില്ല, നീ എന്നെ ചെയ്തേ. കുമളിക്ക് വരും ഞാൻ കേട്ടോ. നല്ലൊരു ഗൈഡ് കൊടുക്കാം. നിങ്ങൾ ഈ എപ്പിസോഡ് ഇവിടം വരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോണസ് അഭിനേതാവിനെ കൂടി ലഭിച്ചിരിക്കുകയാണ്. നീരജ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇതേപോലെ ഒരു അദൃശ്യൻ ഉണ്ടായിരുന്നു. ഈ എപ്പിസോഡിലും അദൃശ്യൻ. കാര്യം ശ്വാസം പോലും വിട്ടിട്ടില്ല അവിടെ നിന്നപ്പോൾ. ഞാൻ അറിഞ്ഞ പോലുമില്ല. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം, മഹാനടി സഞ്ജനയുടെ കസിൻ കൂടിയാണ്. ബാംഗ്ലൂരിൽ നിന്നും. ബാംഗ്ലൂരല്ല ഞാൻ. പിന്നെ അവിടെ? ഞാൻ ഇടുക്കി ബാംഗ്ലൂർ ഒരു ബന്ധമില്ലല്ലോ. ഇത് എങ്ങനെയാണ് കസിനായത്? എൻ്റെ നിങ്ങൾ തീരുമാനിച്ചാണല്ലോ ഇവിടെ വന്നപ്പോൾ? അല്ലല്ല. പിന്നെ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ മൂത്ത മകൻ്റെ പെങ്ങളുടെ മോളുടെ മോള് അല്ല, പെങ്ങളുടെ മകള്. ഇത് പഠിക്കാനുള്ള സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് പണ്ടേ പാസ്സായാൻ. ഇവിടെ എന്താ പഠിക്കുന്നത്? ഇവിടെ ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് ആണല്ലേ? അഭിനയം താല്പര്യമുണ്ട്? പക്ഷെ അറിയത്തില്ല. കുഴപ്പമില്ല, പരിചയിക്കാം നമുക്കിപ്പോൾ കേട്ടോ. ആക്ഷൻ. എനിക്ക് 36 വയസ്സായത്. ഞാൻ പോണം. 36. ഇനി വാ. 36 തന്നെ. എനിക്ക് 36 വയസ്സായത് എൻ്റെ കുറ്റം കൊണ്ടല്ല. ഈ കാലചക്രം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഇത് കറക്കുന്നത് ഞാനല്ല. അതുകൊണ്ട് ഇതിൻ്റെ പേര് മുഖം വീർപ്പിക്കുന്നതും മഹാമഹം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. കുറച്ചും കൂടി ചെറുപ്പമുള്ള ഒരു അമ്മയെ തരാൻ ദൈവത്തോട് ചോദിക്കാം. നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം അല്ലേ? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഈ അയർലൻഡ് എന്ന് പറഞ്ഞ സ്ഥലം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെ? എന്തായാലും ഇടുക്കിയിലേക്കും ബാംഗ്ലൂരേക്കും ഞാനില്ല. അങ്ങനെ മൈ ജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2-ൻ്റെ SMS കോളേജ് ഏറ്റുമാനൂരിൽ നിന്നുള്ള അഭിനയ പ്രകടനങ്ങൾ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തതായി ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയമാണ്. ഞാൻ എടുക്കട്ടെ? ഞാനായിരുന്നില്ലേ ബെസ്റ്റ് പെർഫോമർ? ആണോ? കരഞ്ഞോണ്ടാണ് തലയാട്ടുന്നത് ഇവിടെ. എന്നാലും കൂട്ടത്തിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യിച്ച ഒരു അഭിനേതാവ്, ഒരു നടി, ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ രഹന. കൈയടിച്ച് സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. വാ. രഹന 2 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഒരു അല്ലേ, ബോൺ ആക്ടർ എന്നൊക്കെ പറയുന്നത് ഇതാണ്. സന്തോഷമായില്ലേ? എന്ത് തോന്നി ഒരു നിമിഷത്തിൽ? പ്രാന്തോ? പ്രൗഡ്. അങ്ങനെ പറഞ്ഞത്, അക്ഷരം മാറിപ്പോയി. അപ്പോൾ ആരാണ് സമ്മാനം തരാൻ പോകുന്നതെന്ന് അറിയോ? മൈജി ഉണ്ട്. ലാലേട്ടനൊക്കെ കണ്ടോ? മൈജി തരുന്ന ഒരു കിടിലൻ സമ്മാനം കൈയടിയോടുകൂടി നമുക്ക് രഹനയ്ക്ക് കൈമാറാം.
അപ്പോൾ തുടർന്ന് അഭിനയിക്കോ? പിന്നെ അതോ ഇതോടെ നിർത്തോ? റീൽസ് ചെയ്യുന്നില്ല എന്നല്ലേ പറഞ്ഞേ? അല്ല, ഞാൻ 2 ചെയ്തിട്ടുള്ളൂ, വെറുതെ പറഞ്ഞു. 3ാമത്തെ ഇന്ന് ഇടണം കേട്ടോ, അതോടെ അടിച്ചു പോവില്ല. അപ്പോൾ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് രഹനെ പറഞ്ഞുവിടാം. അതോടുകൂടി മൈ ജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2-ന്റെ SMS കോളേജ് ഏറ്റുമാനൂരിൽ നിന്നുള്ള ഈ പവർഫുൾ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. കൂടുതൽ കിടിലൻ അഭിനേതാക്കളും പഞ്ച് ഡയലോഗ്സുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ.